ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററാണ്. എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമായിരിക്കും. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തൊരു മാസ്. ആ മാസ് എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് വിട്ടാൽ ഇത് ഓസിലേറ്റ് ചെയ്യും. ഈ ഒരു മോഷൻ എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഇവിടെ പീരീഡ് ഓഫ് ഓസിലേഷൻ, ഇതൊക്കെ ക്ലാസിക്കലി ഈ ഒരു പ്രോബ്ലം എല്ലാവരും സോൾവ് ചെയ്തതാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം, വെർ കെ ഇസ് ദ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മളെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ച് ഈ പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാം ക്ലാസിക്കലി. ആ സമയത്ത് ഇതിവിടെ ഇതിൻ്റെ ഇക്വിലിബ്രിയം പോയിൻറ്റിന് അബൌട്ടായിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിന് ഈ ഒരു x0 എന്നുള്ളൊരു മാക്സിമം പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് അബൌട്ട് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ x0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -x0ക്കും +x0ക്കും ഇടയിലായിരിക്കും ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഇതിന് ഇക്വിലിബ്രിയം പോയിൻറ്റിലായിരിക്കും ഇതിന് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക. പിന്നെ ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് മാക്സിമം അകലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി കുറഞ്ഞ് പോകും. ഇവിടുത്തെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്താണ്? സ്പ്രിങ്ങിൻ്റെ -kx. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? U = ½ kx². ഇതൊക്കെ ക്ലാസിക്കലി ആയിട്ട് നമുക്കറിയുന്ന ഡാറ്റകളാണ്. ഇനി നമ്മൾ ഈ സിസ്റ്റത്തെ ക്വാണ്ടം മെക്കാനിക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക്, അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയണം. U(x) വിച്ച് ഈസ് ഓൾറെഡി വി നോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ½ kx². അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദിസ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ബൗണ്ടറി ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുപോലെ നമ്മുടെ മീൻ പൊസിഷനിൽ നിന്ന് അകലും തോറും x കൂടുന്തോറും എന്ത് ചെയ്യും, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ആ സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്ത ബോഡി മാക്സിമം ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, അങ്ങനെ കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബോഡി ഈ ഒരു ഹാർമോണിക് ഓസിലേറ്ററായിട്ട് ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് ഫംഗ്ഷനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക: -h⁻²/2m d²ψ/dx² + ½ kx² × ψ = E ψ. ഇത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ 1 ഡയമെൻഷനാണ്. കാരണം ഇവിടെ 1 ഡയമെൻഷനേ ഉള്ളൂ. എക്സിൻ്റെ ഫംഗ്ഷനും എക്സ് ആക്സിസിലുള്ള ഒരു ഹാർമോണിക് ഓസിലേറ്ററാണ്. അപ്പോൾ നമ്മളെ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ഇവിടെ ബൗണ്ടറി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് റീജിയൻ 1ൽ 2ൽ അങ്ങനെയൊന്നും ഇവിടെ എഴുതാനില്ല. ഒറ്റ ഒരു ഫംഗ്ഷനാണ്, എക്സിൻ്റെ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു കേസ് ഉണ്ട്, ഫോർ ലാർജ് എക്സ് ലാർജ് ആണെങ്കിൽ, ലാർജ് വാല്യൂ ഓഫ് എക്സ്, ഫോർ ലാർജ് വാല്യൂ ഓഫ് എക്സ്, അതായത് x ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ, എക്സ് വലിയ വാല്യൂ ആകുമ്പോൾ, x ടെൻസ് ടു +or-∞, രണ്ടാണെങ്കിലും പ്രശ്നമില്ല, +or-∞ ആണെങ്കിൽ ഈ ഒരു ടേം ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഈ ഒരു ടേം ഉണ്ടല്ലോ, ഈ ടേം ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻഫൈനൈറ്റ് ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഫോർ ലാർജ് വാല്യൂസ് ഓഫ് എക്സ് ആ സമയത്തൊക്കെ എന്താവണം? ψ ഷുഡ് ബി ടെൻസ് ടു 0. ψ 0യിലേക്ക് ടെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഫോർ ലാർജ് വാല്യൂ ഓഫ് എക്സ്, ദാറ്റ് ഈസ് x ടെൻസ് ടു +or-∞, ψ ഷുഡ് ബി അപ്രോച്ചിങ് 0. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മായ്ച്ച് കളയാം. ഓക്കെ, അപ്പോൾ ലാർജ് വാല്യൂ ഓഫ് എക്സിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ, നമുക്ക് കിട്ടുന്ന വേവ് ഫംഗ്ഷൻ 0യിലേക്ക് എത്തണം. അപ്പോൾ ഇങ്ങനെ എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കണം നമുക്കിവിടെ ഉണ്ടാവേണ്ടത്. നേരത്തെ പോലെ ഇൻഫൈനൈറ്റ് വെല്ലിൻ്റെ പോലെ ഒരു ബൗണ്ടറി വെച്ചിട്ട് ആ ബൗണ്ടറിൻ്റെ പുറത്തിങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇവിടെ മറ്റ് ബൗണ്ടറികളൊന്നുമില്ല. റീജിയൻ 1, 2 എന്നൊന്നും ഇവിടെ തിരിക്കാൻ കഴിയില്ല.
അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വേവ് ഫംഗ്ഷൻ, അങ്ങനത്തെ ഒരു സൈ നമുക്ക് ഒന്ന് ഗസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു സൊല്യൂഷനാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയ സൈന് പറ്റിയൊരു സൊല്യൂഷനാണെന്ത്, സൈ ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൽഫയുടെ വാല്യൂ കണ്ടെത്തലാണ് ഈ ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ നമ്മൾ അസ്യൂം ചെയ്ത സൊല്യൂഷന് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഡി സൈ ബൈ ഡി ടി, ഡി സ്ക്വയർ സൈ ബൈ ഡി ടി, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടെത്താം. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടെത്താം. കാരണം അത് കണ്ടെത്തിയാൽ മാത്രമേ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഡി സൈ ബൈ ഡി എക്സ് കാണുക, പിന്നെ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണുക. അപ്പോൾ ഡി സൈ ബൈ ഡി എക്സ് എന്താണെന്ന് നോക്കാം. എ ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ ഇൻറ്റു എ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ എക്സ്പോണൻറ്റിൻ്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്, പിന്നെ പവറിൽ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ മൈനസ് 2 ആൽഫ എക്സ് ഇങ്ങനെയാണ് വരിക. ഇനി ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്താവും, അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റുകൾ ഒരുമിച്ച് എഴുതി -2 ആൽഫ. ഇനി ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ -2 ആൽഫ എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്. എക്സ് ഇതാണ് കേട്ടോ, ഈ എക്സ് പ്ലസ് പ്രൊഡക്റ്റ് റൂളാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഇൻറ്റു ദിസ് ഫംഗ്ഷൻ പ്ലസ് ദിസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ്, അതായത് 1. അപ്പോൾ ഇങ്ങനെ വരും. ഈ എ ഇ റൈസ് ടു ആൽഫ ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. പിന്നെ ബാക്കിയുള്ള നിങ്ങൾ ഒരുമിച്ച് ചെയ്താണെങ്കിൽ ഇങ്ങനെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, സൈ തന്നെയാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ -2 ആൽഫ. പിന്നെ ഇതിനെ നമ്മൾ സൈ എന്ന് വിളിച്ചു, സൈ അല്ലേ. അപ്പോൾ അതാണ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ, അതുപോലെ സൈ പിന്നെ കൊടുക്കുമ്പോൾ ഇവിടെ സൈ എന്നുള്ളത് എന്തായിരുന്നു, എ ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ. ഓക്കെ, ഇതാ ഈ ടേം തന്നെ. സൈന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ശ്രോഡിഞ്ചർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഇൻറ്റു സൈ ഈക്വൽ ടു ഇ ഇൻറ്റു സൈ. ഇവിടെ ഒരുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കളയാം. എ വെട്ടാം, എല്ലായിടത്തും കോമൺ ആണ്. എനെറ്റ് മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എ പോകും. മൊത്തമായിട്ട് ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ കോമൺ ആണ്, അപ്പോൾ അതും പോവാം. അതായത് ഇതിനങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ഇനി എക്സ് സ്ക്വയറിൻ്റെ ഒരേപോലത്തെ എക്സ് സ്ക്വയർ ഉള്ള 2 ടേമുകളുണ്ട്. അപ്പോൾ അതിൽ എക്സ് സ്ക്വയറിനെ കോമൺ ആയിട്ട് ഈ ബ്രാക്കറ്റ് ഇത് ഉള്ളിലേക്ക് ഈ ബ്രാക്കറ്റിലേക്ക് ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനായി മാറും. അതിൽ എക്സ് സ്ക്വയറിൻ്റെ 2 ടേം വന്നു. ഇവിടെ ഒരു ഹാഫ് കെ എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു എക്സ് സ്ക്വയറുള്ളൊരു ടേം ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ കോമൺ ആക്കി ചെയ്താൽ ഇങ്ങനെ ആവും. ഇനി നമ്മൾ സെർച്ച് ചെയ്യുന്നത് എക്സിൻ്റെ എല്ലാ വാല്യൂ, ഏത് വാല്യൂ എക്സിന് കൊടുത്താലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷന് വേണ്ടിയാണ്. വി ആർ ലുക്കിംഗ് ഫോർ എ സൊല്യൂഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഷുഡ് ബി 0. അപ്പോൾ അത് ഏതാണ്, അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ടേം 0 ആവണം.
അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 2 ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം 0 ആവണം. അതായത് -2h² ആൽഫ സ്ക്വയർ ബൈ m പ്ലസ് ഹാഫ് k ഷുഡ് ബി ഈക്വൽ ടു 0. അത് 0 ആണെങ്കിൽ പിന്നെ ഇത് മാത്രമേ ഈ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ടേം 0 ആണ്. ഈ ടേം 0 ആണെങ്കിൽ പിന്നെ ഈ ഈസ് ഈക്വൽ ടു എന്താണ്? ആൽഫ h² ബൈ m. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൽഫയുടെ വാല്യൂയും കിട്ടും, എനർജിയുടെ വാല്യൂയും കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 നിന്ന് അതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ കിട്ടും. ഇങ്ങനെ കിട്ടും. ഓർ ആൽഫ സ്ക്വയർ ഈക്വൽ ടു square. और alpha is equal to എന്ത് കിട്ടും? √km/2h ക്രോസ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എഴുതാം. സൈ എന്നുള്ളത് എന്താണ്? a e⁻−α അല്ലേ? അപ്പോൾ അവിടെ ആൽഫക്ക് പകരം കിട്ടിയ വാല്യൂ കൊടുക്കുക. a e√km/2h ക്രോസ് x². ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ സൊല്യൂഷനിലെ ഈ മേലത്തെ ആൽഫയുടെ വാല്യൂ കിട്ടി. ഇതാണ് സിംപ്ലസ്റ്റ് പോസിബിളായ, പല സൊല്യൂഷൻ ഇതിന് പോസിബിളാണ്. അതിലെ സിംപ്ലസ്റ്റ് ആയൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഇത്. ആക്ച്വലി ദിസ് ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി അതാണ് ഈ E is equal to alpha h² by m. E കിട്ടണമെങ്കിൽ ആ ഇക്വേഷൻ യൂസ് ചെയ്യുക. ആൽഫ h² ബൈ m. അതിൽ ആൽഫ എന്നുള്ളത് √km/2h ആണ്. അത് കൊടുക്കുമ്പോൾ എന്താവും? √km/2h ഇൻറ്റു h² ബൈ m. അപ്പോൾ അതിൽ വെട്ടാളൊക്കെ വെട്ടിക്കളയാം. ഒരു h മേലെ നിന്നും താഴെന്നും പോകും. പിന്നെ ഇവിടെ താഴെ എം ഉണ്ട്, മേലെ √m ഉണ്ട്. അത് വെട്ടിക്കളഞ്ഞാൽ 1/2h √k/m എന്ന് വരും. അപ്പോൾ k/m എന്ന് പറഞ്ഞാൽ എന്താണ്? √k/m എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയുന്നതാണ്. ബട്ട് k/m ഈസ് ഈക്വൽ ടു √k/m ഈസ് ഈക്വൽ ടു ω0 ആണ് അല്ലേ? ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിയാണ്. ക്ലാസിക്കലി നമുക്ക് അറിയുന്ന വാല്യൂ ആണത് ω0. അപ്പോൾ അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ E ഈസ് ഈക്വൽ ടു ½ h×ω0. അപ്പോൾ എനർജി ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷനും കിട്ടി, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. അപ്പോൾ ഇതാണ് ½ h×ω0 ആണ് എന്ത്? ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഇനി നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഇതിലിപ്പോൾ എ എന്നുള്ളൊരു നമുക്ക് അറിയാത്തൊരു കോയിഫിഷ്യൻ്റ് ഉണ്ട്. ആ കോയിഫിഷ്യൻ്റ് എങ്ങനെ നമ്മൾ കണ്ടെത്തുക? psi ഈസ് ഈക്വൽ ടു a e⁻. അപ്പോൾ ഇവിടെ എ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നോർമലൈസേഷൻ കണ്ടീഷൻ യൂസ് ചെയ്യുക. അതായത് കുറേട്ട് നമ്മൾ പറഞ്ഞതാണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ -∞ to +∞ മോഡുലസ് ഓഫ് psi² dx. ഇത് 1 ഡയമെൻഷൻ ആയതുകൊണ്ട് dx മാത്രം മതി. ഈക്വൽ ടു 1. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ ഓവറോൾ സ്പേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1 കിട്ടുക. അവിടെ psi² കൊടുക്കുക. അപ്പോൾ എന്താ വരിക? അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് psi² ആണല്ലോ.
പിന്നെ ഇതൊരു സൈ എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ അതുപോലെ ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്താ വരിക, എ സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഈ അടിയിലെ 2 ഉണ്ടല്ലോ പവറിലുള്ള, മോഡുലസ് ഓഫ് സൈ സ്ക്വയർ എന്താണെന്ന് ആദ്യം എഴുതി നോക്കാം. മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ആദ്യം എഴുതി നോക്കാം. മോഡുലസ് ഓഫ് സൈ സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയർ ഇ റേസ് ടു ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇ റേസ് ടു മൈനസ് കെ എം ബൈ 2h ക്രോസ് എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ അല്ലേ, ഓൾ സ്ക്വയറാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്നുള്ളത് എന്താണ്, എക്സ് റേസ് ടു എം എൻ ആണ്. അതുപോലെ ഇവിടെ ഇ റേസ് ടു എ പവർ റേസ് ടു അനദർ പവർ എന്നുള്ളതാണെങ്കിൽ എം ഇൻറ്റു എൻ അതുപോലെ വരും. അപ്പോൾ എം ഇൻറ്റു എൻ എന്ന് വരുമ്പോൾ ഈ 2 ഇവിടെ ഇതിനായിട്ട് ഗുണിക്കാനായി വരും, ഇൻറ്റു 2. അപ്പോൾ ഇൻറ്റു 2 ഇവിടെ ഉണ്ടല്ലോ, ഈ 2ഉം ഡിനോമിനേറ്ററിലുള്ള 2ഉം കൂടി വെട്ടിപ്പോവും, ഈ 2ഉം ഈ 2ഉം. ഓക്കെ, അപ്പോൾ ഇത് മൊത്തമായിട്ട് എന്താ വരിക, ഇവിടെ ഈ 2ഉം പോവും, ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഇനി അതിനെ നോർമലൈസ് ചെയ്യാം. നോർമലൈസ് ചെയ്യാൻ ഈ ഇക്വേഷനിൽ കൊടുക്കുക, ഇൻ്റഗ്രേഷനിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ എ എന്നുള്ളത് എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രേഷൻ്റെ പുറത്തെടുക്കാം. പിന്നെ ഇൻ്റഗ്രേഷനിൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുക, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കോമൺ ഒരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് പൈ ബൈ എ. അപ്പോൾ ഇതിൻ്റെ പവറിൽ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റായി വരുന്നത് ഏതാണോ അത് ഈ പൈൻ്റെ താഴെ എഴുതുക, റൂട്ട് ഇടുക, അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സൊല്യൂഷൻ എന്താ, ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ സൊല്യൂഷൻ ഇവിടെ പൈൻ്റെ സ്ഥാനത്ത് എന്താണ്, അല്ല എൻ്റെ സ്ഥാനത്ത് റൂട്ട് കെ എം ബൈ എച്ച് ക്രോസ് ആണ്, അത് കൊടുക്കുക, അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. എ സ്ക്വയർ ഇൻറ്റു ഈ ഒരു ഇൻ്റഗ്രേഷനിൽ എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ എം ബൈ എച്ച് ക്രോസ് ആണ്. അപ്പോൾ റൂട്ട് ഓഫ് പൈ ബൈ ആണ് ഇതിൻ്റെത്, റൂട്ട് ഓഫ് പൈ ബൈ റൂട്ട് ഓഫ് കെ എം ബൈ എച്ച് ക്രോസ് ഈസ് ഈക്വൽ ടു 1. അതിൽ എ കണ്ടെത്താനാണ് കേട്ടോ, അതുകൊണ്ട് അവിടെ ഈക്വൽ ടു 1 എന്നിങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ എന്താ വരിക, എ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് പൈ എച്ച് ക്രോസ് ബൈ കെ എം റേസ് ടു ഇവിടെ ഒരു 1/2 ആണ്, പിന്നെ 2 റൂട്ടിൻ്റെ ഉള്ളിലെ റൂട്ടാണ്, അപ്പോൾ 1/4 ഈക്വൽ ടു 1. അപ്പോൾ ഇനി കെ എമ്മിനെ നമുക്കൊന്ന് മാറ്റാം. വി നോ ദാറ്റ് കെ ബൈ എം എന്നുള്ളത് ω0 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ കെ ഈസ് ഈക്വൽ ടു ω0 സ്ക്വയർ എം. അപ്പോൾ അത് ഇവിടെ കെക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു പൈ എച്ച് ക്രോസ് ബൈ ω0 സ്ക്വയർ എം. അപ്പം ഇങ്ങനെയാണ് വരിക. ഡിനോമിനേറ്ററിൽ ω² ഇൻറ്റു എം ഇൻറ്റു എം ആണ്, ω0 സ്ക്വയർ എം സ്ക്വയർ എന്ന് വരും, എം സ്ക്വയർ റേസ് ടു 1/4 ഈക്വൽ ടു 1. അപ്പോൾ ഇതിനെ 1/4 എന്നുള്ളതിനെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ എ സ്ക്വയർ മേലെ എന്താണ് പൈ എച്ച് ക്രോസ് സ്ക്വയർ അല്ലേ, റേസ് ടു 1/2. അടിയിൽ ഡിനോമിനേറ്ററിൽ ω0 സ്ക്വയർ എം സ്ക്വയർ അല്ലേ, അപ്പോൾ ω0 എം റേസ് ടു 1/2 ഈക്വൽ ടു 1. ഇവിടെ 1/4 അല്ലേ, 1/4 ഒരു 1/2 ഉള്ളിലേക്ക് എടുത്തു, അപ്പോൾ ω² എം സ്ക്വയർ എന്നുള്ളത് ω0 എം ആയി, പിന്നെ 1/2 ആണുള്ളത്. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു പൈ എച്ച് ക്രോസ് സ്ക്വയർ, സോറി ഇവിടെ ഒരു എച്ച് ക്രോസ് സ്ക്വയർ ഇല്ല, അവിടെ എച്ച് ക്രോസേ ഉള്ളൂ. പൈ എച്ച് ക്രോസ് ബൈ ω0 എം റേസ് ടു 1/2 ഈക്വൽ ടു 1. ഇതിന് എ സ്ക്വയർ എന്താണെന്ന് കിട്ടും, എ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുക. എന്താണ് എ സ്ക്വയർ കിട്ടുക, എ എന്ന് പറയുകയാണെങ്കിൽ
രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ 1/4 ആവും. 1/2 റേസ് ടു 1/2 അല്ല, 1/4 a ഈക്വൽ ടു ഇത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷനിലെ ആ കോയിഫിഷ്യൻറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് സൈനെ ഫുള്ളായിട്ട് എഴുതാം. സൈ ഈക്വൽ ടു ഇങ്ങനെ അല്ലേ, അതിൽ എൻ്റെ അവിടെ എന്ത് കൊടുക്കാം, m⍵0/πh ക്രോസ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ω0m/πh ക്രോസ് റേസ് ടു 1/4 e റേസ് ടു മൈനസ് kh ക്രോസ് ബൈ 2h അല്ല സോറി ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണെന്ത് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്താണ്, ½ h ക്രോസ് ω0. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി, അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മുടെ ഓസിലേറ്ററിലെ പാർട്ടിക്കിൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ വേവ് ഫംഗ്ഷൻ ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് സൈ സ്ക്വയർ എന്താ, ഇതിലിപ്പോൾ ഇതിനെ സ്ക്വയർ എടുത്തത്, അപ്പോൾ ഇവിടെ 1/2 ആയിരിക്കും ω0 m/πh ക്രോസ് റേസ് ടു 1/2. ഇവിടെ 1/4ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1/2 ആയിട്ടുണ്ടാവും. പിന്നെ e റേസ് ടു ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ e റേസ് ടു മൈനസ് റൂട്ട് km/2h ക്രോസ് എന്തായിട്ടുണ്ടാവും, h ക്രോസ് ആയിട്ടുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ x². ഇതിൻ്റെ ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ്റെ മോഡുലസ് സ്ക്വയർ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും. അപ്പോൾ ഇത് നോക്കിയാൽ ഇവിടെ നമ്മൾ മോഡുലസ് ഓഫ് സൈ സ്ക്വയർ y ആക്സിസിൽ കിട്ടോ, മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഇവിടെ എക്സ് ആണ് ഈ ആക്സിസിലുണ്ടാവും. അപ്പോൾ എക്സ് ഇവിടെ മൈനസ് നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും അത് സ്ക്വയർ എടുക്കുമ്പോൾ സെയിം ആയിട്ടുണ്ടാവും. അപ്പോൾ -2 എന്ന് ഇവിടെ കൊടുക്കുകയാണെങ്കിലും +2 കൊടുക്കുകയാണെങ്കിലും ഇവിടെ സ്ക്വയർ അല്ലേ വരിക, അപ്പോൾ രണ്ടാണെങ്കിലും 4 വരിക അത്യന്തികമായിട്ട്. അപ്പോൾ ഇവിടെ -2നും +2നും ഒരേ വാല്യൂ, ഒരു സിമ്മട്രിക് ആയ കർവായിരിക്കും വരിക. -1 ഇവിടെ കൊടുത്താലും +1 ഇവിടെ കൊടുത്താലും ഒരേ വാല്യൂ മോഡുലസ് ഓഫ് സൈ സ്ക്വയറിന് വരിക. -3 കൊടുക്കുകയാണെങ്കിലും +3 കൊടുക്കുകയാണെങ്കിലും ഒരേ വാല്യൂ, അതായത് ഇപ്പുറത്തുള്ള അതേ വാല്യൂസ് തന്നെ ആയിരിക്കും ഇപ്പുറത്തും കിട്ടുക, ഇപ്പുറത്തുള്ള അതേ വാല്യൂസ് തന്നെ ആയിരിക്കും ഇപ്പുറത്തും കിട്ടുക. അപ്പോൾ ഒരു സിമ്മട്രിക് കർവായിരിക്കും. ഓക്കെ, അപ്പോൾ സിമ്മട്രിക് കർവ് എങ്ങനെ ആയിരിക്കും, ഒരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് കർവ്. ഓക്കെ, ഇവിടെ ഒരു മാക്സിമം x = 0ൽ, പിന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ പോകും. ഓക്കെ, ഇതുപോലെ ഈ സൈഡിലേക്കും ഇങ്ങനെ കുറഞ്ഞു പോകും. ഇതൊരു സിമ്മട്രിക്കാണ്, ഇങ്ങനെ കുറഞ്ഞുകാണ്ട് പോവും. ഒന്നും കൂടി ഇങ്ങനെ ആയിരിക്കും വരിക, ഇങ്ങനെ രണ്ട് സൈഡിലേക്കും കുറഞ്ഞു പോണ ഒരു സിമ്മട്രിക് ആയ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ആയ ഒരു കർവ്. അപ്പോൾ നമ്മളിവിടെ കണ്ടെത്തിയത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ മാത്രമാണ്. ശരി, അതിപ്പോൾ എന്താ നമ്മളിവിടെ അസ്യൂം ചെയ്തത്, നമ്മൾ എഴുതിയ ശ്രോഡിഞ്ചർ ഇക്വേഷനിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയ ഫംഗ്ഷനാണ് ഈ കിട്ടുന്നത്. ഇനി സിംപ്ലസ്റ്റ് ആയ ഫംഗ്ഷൻ എന്നുള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ഫംഗ്ഷൻ. ഇനി ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ, ഹയർ ക്വാണ്ടം സ്റ്റേറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ആ ഫംഗ്ഷൻ ആയിരിക്കില്ല, വേറെ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് അഡ്വാൻസ്ഡ് ആയ കാര്യമാണ്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ n = AF(fn of x) e raised to minus α(x²) ആയിരിക്കും. ഇവിടെ n നമ്മൾ ഏതാണോ ക്വാണ്ടം സ്റ്റേറ്റ് അതിനനുസരിച്ച് n കൊടുക്കുക. n = 0 ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ വേവ് ഫംഗ്ഷൻ കിട്ടും. n = 1 ആണെങ്കിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ എനർജി എന്നുള്ളത് എന്തായിരിക്കും, En =
എൻ പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഒമേഗ 0. ഓക്കെ, എൻ ഈക്വൽ ടു 0 ആണ് എന്ത്, ഗ്രൗണ്ട് സ്റ്റേറ്റ്. എൻ ഈക്വൽ ടു 0 എന്ന് ഇവിടെ കൊടുക്കുമ്പോൾ ഹാഫ് എച്ച് ക്രോസ് E0 കിട്ടും. E0 ഈസ് ഈക്വൽ ടു ഹാഫ് എച്ച് ക്രോസ് ഒമേഗ 0. അതാണ് നമുക്കിപ്പോൾ കിട്ടിയത്, മേലെ കിട്ടിയത് എനർജി. നമ്മൾ മേലെ ഇപ്പോൾ ചെയ്തത് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ അല്ലേ. അപ്പോൾ ഇവിടെ എൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയ വേവ് ഫംഗ്ഷൻ ഇത് കിട്ടും. അതുപോലെ എനർജി എന്ത് കിട്ടും, നമുക്ക് കിട്ടിയ ഹാഫ് എച്ച് ക്രോസ് ഒമേഗ എന്നുണ്ടല്ലോ, ഇതും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എനർജി ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്താണ്, എനർജി ലെവലുകൾ നമുക്കിവിടെ പറയാം. എനർജി ലെവൽസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ എൻ ഈക്വൽ ടു 0, ഏറ്റവും ലീസ്റ്റ് പോസിബിൾ എനർജി എൻ ഈക്വൽ ടു 0 വരുമ്പോഴല്ലേ. E0 ഈസ് ഈക്വൽ ടു ഹാഫ് എച്ച് ക്രോസ് ഒമേഗ. എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ 1 പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ, അതായത് 3/2 എച്ച് ക്രോസ് ഒമേഗ. എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ E1 ഈസ് ഈക്വൽ ടു 3/2 എച്ച് ക്രോസ് ഒമേഗ 0, ഇവിടെ ഒമേഗ 0 കേട്ടോ. എൻ ഈക്വൽ ടു 2 ആണെങ്കിൽ E2 ഈസ് ഈക്വൽ ടു 5/2 എച്ച് ക്രോസ് ഒമേഗ. അതായത് ഈ ഗ്യാപ്പ് ഓരോ ഇതിലേക്ക് ഒരു എച്ച് ക്രോസ് ഒമേഗ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക, ഇതിലേക്ക് ഒരു എച്ച് ക്രോസ് ഒമേഗ 0 കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുക. വീണ്ടും ഒരു എച്ച് ക്രോസ് ഒമേഗ 0 കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുക. അങ്ങനെ കോൺസ്റ്റൻ്റ്ലി അടുത്തെന്തായിരിക്കും E3 7/2 എച്ച് ക്രോസ് ഒമേഗ. അങ്ങനെ ഈക്വലി സ്പേസ്ഡ് ആയ എനർജി ലെവൽസാണ്. നമ്മളെ എനർജി ഡയഗ്രാം വരക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും, അപ്പോൾ എനർജി ഡയഗ്രാം വരക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയഗ്രാം വരക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയഗ്രാം എങ്ങനെ ആയിരിക്കും, ഒരു പരാബോള ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലേ പൊട്ടൻഷ്യൽ എനർജി. ഇനി എനർജി ലെവൽ വരക്കുകയാണെങ്കിൽ ആദ്യത്തെ ഹാഫ് എച്ച് ക്രോസ് ഒമേഗ, ഇതാണ് എന്ത് E0 ഈക്വൽ ടു ഹാഫ് എച്ച് ക്രോസ് ഒമേഗ. അടുത്തത് ഒരു എച്ച് ക്രോസ് ഒമേഗയുടെ ലെങ്ത്ത് കൂടി E1 ഈസ് ഈക്വൽ ടു 3/2 എച്ച് ക്രോസ് ഒമേഗ. അടുത്തത് 5/2 എച്ച് ക്രോസ് ഒമേഗ E2. പിന്നെ അങ്ങനെ ഈക്വലി സ്പേസ്ഡ് ആയ ഇതെന്താണ് E3. ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ഗ്യാപ്പിലുള്ള ഈ ഒരു ഡിഫറൻസ് എനർജി എന്തായിരിക്കും, എനർജി ഡിഫറൻസ് എച്ച് ക്രോസ് ഒമേഗ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനർജി ലെവലുകൾ. അപ്പോൾ ഇവിടെ അത് നോക്കിയാൽ മനസ്സിലാവും, ഇത് പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാണ്, ഇത് ടോട്ടൽ എനർജിയാണ് ഈ ലൈന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഇത് പൊസിഷൻ അല്ലേ, എനർജി പറ്റ കുറവാണെങ്കിൽ ആ പാർട്ടിക്കിളിന് ഇത്ര വരെ വരാൻ പറ്റുള്ളൂ. ക്ലാസിക്കൽ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഇത്ര വരെ വരാൻ പറ്റുള്ളൂ. ഇതിനെക്കാട് അപ്പുറം പോയാൽ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവും. അപ്പോൾ ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കൂടി നിൽക്കുന്നത് ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. അടുത്ത എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഇത്ര കുറച്ചും കൂടി പോവും, എക്സ് കുറച്ചും കൂടി കൂടാം, ഈ സൈഡിലും കൂടാം, കണ്ടില്ലേ ഇങ്ങോട്ടായി. ഇപ്പോൾ E2 ആണെങ്കിൽ ഇവിടെ എത്തി, ഈ ഒരു പോയിൻ്റ് വരെ പോവാം പാർട്ടിക്കിളിന്. അതായത് സ്പ്രിങ്ങിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, വലിയാൻ പറ്റും എന്നാണ്. സ്പ്രിങ്ങിൻ്റെയും മാസിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ എനർജി കുറച്ചേ ഉള്ളെങ്കിൽ സ്പ്രിങ് കുറച്ചേ വലിയുള്ളൂ, ഓസിലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ദൂരെ പോവുള്ളൂ. കുറച്ചും കൂടി എനർജി കൂടുതലുണ്ടെങ്കിൽ സ്പ്രിങ്ങിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ മാസ് കുറച്ചും കൂടി ദൂരത്തേക്ക് പോകും, വലിയ ഓസിലേഷൻ ആയിരിക്കും. പിന്നെ എനർജി കൂടുതലാണെങ്കിൽ ഒന്നും കൂടി വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഇതിൽ നിന്ന് ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ സ്പ്രിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളിവിടെ ക്വാണ്ടം മെക്കാനിക്സിൽ ഈ കാര്യമൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഡയോറ്റോമിക് മോളിക്യൂൾസൊക്കെ ഇങ്ങനത്തെ സ്പ്രിങ് മാസ് സിസ്റ്റത്തിൻ്റെ പോലെ ആയിരിക്കും. HCl മോളിക്യൂളൊക്കെ ഒരു സ്പ്രിങ്ങിൽ എച്ചും CLും കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്തൊക്കെ അതൊക്കെ നമുക്കൊരു ഒരു ഹാർമോണിക് ഓസിലേറ്റർ സിസ്റ്റം പോലെ നമുക്ക് കരുതാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മോളിക്യൂൾസിനൊക്കെ ഇങ്ങനെ മാസ് സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്ത പോലെ കരുതിയിട്ട് നമുക്ക് പഠനം നടത്താം. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഡെൻസിറ്റികൾ, ഈ വലിയ ഇതിപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണിത്.
ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇങ്ങനെ വരിക. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n=2 ആണെങ്കിൽ ഇങ്ങനെ വരിക, n=3 ആണെങ്കിൽ ഇങ്ങനെ വരിക. ഓക്കെ, ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ്, അതൊന്നും അത് കുറച്ച് ഹയർ ലെവലാണ്, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ശ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എഴുതി, പിന്നെ സൊല്യൂഷൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ അസ്യൂം ചെയ്തു, എന്നിട്ട് സൊല്യൂഷൻ പറഞ്ഞു, എന്നിട്ട് പിന്നെ ആൽഫയുടെ ഇതിൻ്റെയൊക്കെ വാല്യൂ കണ്ടെത്തി, എനർജി കണ്ടെത്തി. സിമ്പിളായ കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.